യു വാട്ട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും ആനിമി ബ്ലാഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നാരുട്ടോ സീരീസിന്റെ സ്റ്റാർട്ടിംഗിൽ എല്ലാവരും വെറുത്തിരുന്ന എന്നാൽ സീരീസ് ഉണ്ടാകുമ്പോഴേക്കും ഒട്ടുമിക്ക ഫാൻസിന്റെയും പ്രിയപ്പെട്ടവനായി മാറിയ ക്യാരക്ടറാണ് ഇറ്റാച്ചി ഉച്ചിഹ. ആനിമെ ലോകത്തിൽ തന്നെ ബെസ്റ്റ് ബ്രദർ ആൻഡ് സാക്രിഫൈസിന്റെ ഒരു പെർഫെക്റ്റ് റെപ്രസെന്റേഷൻ ആണ് ഇറ്റാച്ചി ഉച്ചിഹ. നാരുട്ടോ സീരീസിൽ ധാരാളം നല്ല നല്ല സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇറ്റാച്ചി ഉച്ചിഹയ്ക്ക് എഴുതപ്പെട്ട കഥയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി ലൈൻ. നാരുട്ടോ ഫാൻസ് എല്ലാവരും ഇദ്ദേഹത്തെ സ്നേഹത്തോടെ ഗോഡ് ഓഫ് ഗെൻജുറ്റ്സു എന്ന് വിളിക്കും. ഇറ്റാച്ചി ഉച്ചിഹ ഒരു ജീനിയസ് പ്രൊഡിജിയായി ജനിക്കപ്പെട്ട് സ്വന്തം ക്ലാനിനെ കൊലപ്പെടുത്തിയതിനു ശേഷം വില്ലനായി ജീവിച്ചു തന്റെ സ്വന്തം സഹോദരന്റെ കയ്യാൽ തന്നെ വില്ലനായി മരണമടഞ്ഞു. എന്നാൽ ഫാൻസിനിടയിൽ ഇറ്റാച്ചി എപ്പോഴും നാരുട്ടോ സീരീസിന്റെ യഥാർത്ഥ ഒരു ഹീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്ന് ചെറുപ്പം മുതലേ ജീനിയസ് പ്രൊഡിജി എന്ന് എല്ലാവരും വിശേഷിപ്പിക്കപ്പെട്ട് വില്ലേജിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ക്ലാനിനെ തന്നെ മുഴുവനായും കൊലപ്പെടുത്തേണ്ടി വന്ന ലെജൻഡറി ഷിനോബിയായ ഇറ്റാച്ചി ഉച്ചിഹയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇറ്റാച്ചി വന്ന് ഉച്ചിഹ ക്ലൈനിലേക്കാണ് ജനിക്കുന്നത്. ഇറ്റാച്ചി ചെറുപ്പം മുതലേ ജീനിയസ് ആയിരുന്നു. മറ്റുള്ള കുട്ടികളെ പോലെ അല്ലാതെ ഇറ്റാച്ചി വന്ന് എല്ലാ കാര്യങ്ങളെയും വേഗം തന്നെ മനസ്സിലാക്കുവാൻ തുടങ്ങി. തന്റെ 4ാം വയസ്സിൽ 3rd ഗ്രേഡ് നിഞ്ചവാറിനെ കൺമുമ്പിൽ കാണുകയും ഇപ്പോൾ മുതലേ ജീവൻ എന്നത് എന്താണെന്നും മരണം എന്താണെന്നും അതിന് പിന്നിലുള്ള സത്യങ്ങൾ എന്താണെന്നൊക്കെ ഇറ്റാച്ചി അന്വേഷിക്കുവാൻ തുടങ്ങി. തന്റെ 6ാം വയസ്സിൽ നിഞ്ച അക്കാഡമിയിൽ ചേർക്കപ്പെട്ട ഇറ്റാച്ചി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു കംപ്ലീറ്റ് ജീനിയസ് ആണെന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടുകൊണ്ട് ഗ്രാജുവേറ്റ് ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് ഇറ്റാച്ചിക്ക് സ്വന്തമായി ഒരു ടീമിനെ ലഭിക്കുകയും അത്രയും നാളും സുഹൃത്തുക്കളൊന്നുമില്ലാത്ത ഇറ്റാച്ചിക്ക് ടീമിലെ മെമ്പേഴ്സ് വന്ന് സുഹൃത്തുക്കളായി മാറുകയാണ്. അങ്ങനെ അവരോടൊപ്പം ഇറ്റാച്ചിയും സന്തോഷത്തോടെ തന്നെ മിഷൻസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിഷനിൽ വെച്ച് ഇറ്റാച്ചിയുടെ ടീം മെമ്പറും സുഹൃത്തുമായ ടെൻമോയിസുമോ മാതരയുടെ വേഷം ധരിച്ച് നടന്നിരുന്ന ഒബീറ്റോയുടെ കൈകളാൽ കൊല്ലപ്പെടുന്നത്. ആ മരണത്താൽ ഉണ്ടായ ദുഃഖവും വേദനയും കാരണം ഇറ്റാച്ചി തന്റെ 7ാം വയസ്സിൽ ഷാരിങ്ങിനെ എവേക്കൺ ചെയ്യുകയാണ്. ഇറ്റാച്ചിക്ക് തനിക്ക് 7 വയസ്സാകുമ്പോഴേക്കും തന്നെ ഫയർ സ്റ്റൈൽ ജുറ്റ്സുവിനെ മാസ്റ്റർ ചെയ്യുകയും ഷാഡോ ക്ലോൺ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ജുറ്റ്സുവിനെ പെർഫെക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇറ്റാച്ചിയുടെ പ്രായത്തിലുള്ള മോസ്റ്റ് ഓഫ് ദി ഗെയിൻസും കൂനായി എങ്ങനെയാണ് എറിയേണ്ടത് പഠിക്കുമ്പോഴേക്കും ഇറ്റാച്ചിയുടെ നിൻജിറ്റ്സു ആൻഡ് താജിറ്റ്സുവിനെ മാസ്റ്റർ ചെയ്തിരുന്നു. കൂടാതെ ഷിസൂയി എന്ന പിവറ്റിലായിട്ടുള്ള ഒരു വലിയ സഹോദരന്റെ റോഡ് വഹിക്കുന്ന ക്യാരക്ടറും നമ്മുടെ ഇറ്റാച്ചിക്ക് വഴികാട്ടിയായി നിന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുത്തിരുന്നു. ഇറ്റാച്ചിയുടെ ലൈഫ് എന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതമായിരുന്നില്ല. അനഹ വില്ലേജിന്റെ ഹയർ അപ്സ് കുറാമ ഇൻസിഡന്റിന് ശേഷം ഉച്ചിഹ ക്ലാനെ സമ്പൂർണ്ണമായി ഒതുക്കി വെക്കുകയും അവരെ മോണിറ്റർ ചെയ്യുവാനും തുടങ്ങി. ആൻഡ് ഈ കാര്യം വന്ന് ഉച്ചിഹാസിന്റെ ഇടയിൽ വെറുപ്പിനെ വിതയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിയെ ഉച്ചിഹാസിന്റെ വെറുപ്പ് അമിതമായി വർദ്ധിക്കുകയും അവസാനം ഫുഗാക്കുവിന്റെ ലീഡർഷിപ്പിലുള്ള ഉച്ചിഹ ക്ലാൻ മെമ്പേഴ്സ് ലീഫ് വില്ലേജിനെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കി നമ്മുടെ ഷിസൂയി വന്ന് തന്റെ ഗെൻജിറ്റ്സുവായ കോട്ടോ മറ്റ്സുകാമി ഉപയോഗിച്ചുകൊണ്ട് ഇത് തടയാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും ഡാൻസോ ഇടയ്ക്ക് കയറി ഷിസൂയിയുടെ ഒരു കണ്ണിനെ സ്വന്തമാക്കുകയും അവസാനം വേറെ വഴിയില്ലാതെ ഇറ്റാച്ചിക്ക് തന്റെ വേറൊരു കണ്ണിനെ കൊടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ വെച്ചാണ് ഇറ്റാച്ചി തന്റെ മാങ്കിക്കോ ഷാരിങ്ങിനെ എവേക്കൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇറ്റാച്ചി ഡാൻസോയുടെ കീഴിലുള്ള അൻബു ബ്ലാക്ക് ഓപ്സിൽ വർക്ക് ചെയ്യുകയാണ്. ഇതിനുശേഷം ഇറ്റാച്ചി പിന്നീട് അൻബു ബ്ലാക്ക് ഓപ്സിന്റെ ടീമിന്റെ ലീഡർ ആവുകയും വില്ലേജിന്റെ ഹയർ അപ്സിന്റെ തീരുമാനപ്രകാരം സ്വന്തം ക്ലാനിനെ തന്നെ സ്പൈ ചെയ്യാൻ തുടങ്ങി. സോ ഒരു ഘട്ടത്തിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു എന്ന് മനസ്സിലാക്കി ഇറ്റാച്ചി ഫുഗാക്കുവിനോട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പരാജയപ്പെടുകയും അവസാനം വേറെ വഴിയില്ലാതെ ഡാൻസോയുടെ നിർദ്ദേശപ്രകാരം സാസ്കെ ഒഴികെയുള്ള എല്ലാ ഉച്ചിഹാസിനെയും മാതയുടെ വേഷം ധരിച്ച് നടന്നിരുന്ന ഒബീറ്റോ ഉച്ചിഹയുടെ സഹായത്തോടെ ആ ഒരു രാത്രി കൊലപ്പെടുത്തിയിരുന്നു. സോ ആ ഒരു രാത്രിയായിരുന്നു ഇറ്റാച്ചി ഉച്ചിഹ എന്ന ലീഫ് വില്ലേജിന്റെ ജീനിയസ് ആയ പ്രൊഡിജി എന്നേക്കുമായി ബെങ്കോ ബുക്കില് എസ് റാങ്ക് നേടപ്പെട്ട ഒരു വില്ലനായി മാറിയത്. പിന്നീട് ഇതിനു ശേഷം അങ്ങോട്ടുള്ള ഇറ്റാച്ചിയുടെ ജീവിതം വന്ന് ഗിൽറ്റ് ആൻഡ് ഹേറ്റഡാൽ നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇറ്റാച്ചി ഇവിടെ ദുഃഖത്തിനും വേദനയ്ക്കും വഴി കൊടുക്കാതെ തന്റെ സഹോദരനായ സാസ്കയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവന്റെ ഉള്ളിലേക്ക് ആ ഒരു വേദനയും വെറുപ്പിനെയും നിറച്ചുകൊണ്ട് തന്റെ തന്നെ ഒരു എനിമയാക്കി അതിലൂടെ ശക്തനാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. ഉച്ചിഹ മാസക്കറിന് ശേഷം 3rd ഹൊക്കാഗെയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സാസ്കയെ പ്രൊട്ടക്ട് ചെയ്തോളാമെന്ന് പ്രോമിസ് വാങ്ങിക്കൊണ്ട് പിന്നീട് ഇറ്റാച്ചി ചേരുന്നത് നാരുട്ടോ സീരീസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബാഡ് ആസ് വില്ലൻ ഓർഗനൈസേഷൻ ആയ അക്കാറ്റ്സുക്കിയിലേക്കാണ്. ഇവിടെയും ഇറ്റാച്ചി ഒരു സ്പൈ ആയി തന്നെ വർക്ക് ചെയ്തുകൊണ്ട് കൊനഹയുടെ ഒരു ഷാഡോ ഹൊക്കാഗെയായി മാറി പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. ബട്ട് വില്ലൻ എന്നൊരു ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇറ്റാച്ചിയും അക്കാറ്റ്സുക്കിൽ നിന്ന് ലഭിക്കുന്ന മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒറോച്ചിമാറുവിന്റെ ലീഫ് വില്ലേജിലുള്ള അറ്റാക്ക് കാരണം യുനെക്സ മാർക്കിൽ വെച്ച് 3rd ഹൊക്കാഗെ ഹിറുസൻ സാർട്ടോയി മരിക്കപ്പെടുകയും ഡാൻസോയുടെ ചതിപ്രവർത്തികൾ മനസ്സിലാക്കിയ ഇറ്റാച്ചി ലീഫ് വില്ലേജിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഡാൻസോയെ ആ പ്രോമിസിനെ പറ്റിയിട്ടുള്ള താക്കീത് നൽകുകയും അതോടൊപ്പം തന്നെ അക്കാറ്റ്സുക്കിയുടെ മെയിൻ ഗോൾ എന്താണെന്ന് പറയുകയും ചെയ്തു. ആൻഡ് ഇതിനിടയിലാണ് നമ്മുടെ ഇറ്റാച്ചിക്ക് തനിക്കൊരു അൺക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും തന്റെ സഹോദരൻ ശക്തനായി തിരികെ വന്ന് തന്നെ കൊലപ്പെടുത്തുന്നതോളം വരെ ജീവനോട് ഇരിക്കുവാൻ വേണ്ടി മരുന്നുകൾ കഴിക്കുവാനും തുടങ്ങി. സോ ഇങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകെ ഇറ്റാച്ചി കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. സാസ്കെ ഉച്ചിഹ ഒറോച്ചിമാറുവിന്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്ത് അതിനുശേഷം ഒറോച്ചിമാറുവിനെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ഒറോച്ചിമാറുവിന്റെ കേഴ്സ് മാർക്കോടെ ഇറ്റാച്ചിയെ ഫൈറ്റ് ചെയ്യാൻ എത്തിയിരിക്കും. അങ്ങനെ ഇവിടെ ഇറ്റാച്ചിയും സാസ്കയും ഫൈറ്റ് ചെയ്യുകയും ഇറ്റാച്ചി തന്റെ സഹോദരനായ സാസ്കെ എന്തോരം പവർഫുൾ ആയി മാറിയെന്ന് ടെസ്റ്റ് ചെയ്യുവാനും തുടങ്ങി. ഈവൻ ദോ സാസ്കയെ സംബന്ധിച്ച് ഈ ഒരു ബാറ്റിൽ തന്റെ റിവഞ്ചിന് വേണ്ടിയായിരുന്നുവെങ്കിലും ഇറ്റാച്ചി ആക്ച്വലി ബാറ്റിൽ ചെയ്തിരുന്നത് തന്റെ സഹോദരനെ ശക്തനാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഈ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ബാറ്റിൽ
ബാറ്റിൽ എൻഡില് ബോത്ത് ഇറ്റാച്ചി ആൻഡ് സാസ്കയും കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയിരുന്നു. ഇവിടെ നമ്മുടെ ഇറ്റാച്ചി വന്ന് ഓൾമോസ്റ്റ് ചക്ര ഇല്ലാതാവുകയും അതുപോലെ തന്നെ തന്റെ രോഗം കാരണം വളരെയധികം അവശനായി നിൽക്കുകയായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടിയും സാസ്കയുടെ ഉള്ളിൽ ഒറോച്ചിമാറുവിന്റെ കേഴ്സ് മാർക്കിനെ മാറ്റുവാൻ വേണ്ടി ഇറ്റാച്ചി സൂസാനോയുടെ സഹായത്തോടെ അതിൽ നിന്നുമുള്ള തൊട്സുക ബ്ലേഡിനെ യൂസ് ചെയ്ത് ഇറ്റാച്ചി സാസ്കയുടെ ഉള്ളിലുള്ള ഒറോച്ചിമാറുവിന്റെ കേഴ്സ് മാർക്കിനെ വേക്കൺ ചെയ്ത് എറ്റേണൽ ഗെൻജിറ്റ്സുവിൽ സീൽ ചെയ്യും. പിന്നീട് അതിനുശേഷം കംപ്ലീറ്റ് ചക്രയെ നഷ്ടപ്പെട്ട നമ്മുടെ ഇറ്റാച്ചി എക്സോസ്റ്റഡ് ആയി സാസ്കയുടെ മുമ്പിലേക്ക് മരണമെടുത്തുവെന്ന് മനസ്സിലാക്കി തന്റെ ഫൈനൽ വേർഡ്സ് ആയ ഫോർ ഗീവ് മീ സാസ്കെ ദിസ് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വേദനയേറിയ ആ ഒരു ജേണിയെ എൻഡ് ചെയ്തിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് പിന്നെ ഒബീറ്റോയുടെ സഹായത്തോടെ സാസ്കെ ഇറ്റാച്ചിയെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ മനസ്സിലാക്കുകയും തന്റെ സഹോദരന് ലീഫ് വില്ലേജ് കാരണമുണ്ടായ പെയിൻഫുൾ ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടി സാസ്കെ പിന്നീട് ലീഫ് വില്ലേജിനോട് തന്നെ റിവഞ്ച് എടുക്കാൻ വേണ്ടി പോകും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫോർത്ത് ഗ്രേഡ് നിഞ്ച വാറിൽ വരുമ്പോഴേക്കും ഒബീറ്റോ ഒന്ന് കബൂട്ടോയുടെ സഹായത്തോടെ മരിച്ചുപോയ ഒട്ടുമിക്ക ഷിനോബിസിനെയും റീആനിമേറ്റ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ഇതിൽ നമ്മുടെ ഇറ്റാച്ചിയും ഉണ്ടായിരുന്നു. സോ ഇവിടെ വന്ന് ഇറ്റാച്ചി റീആനിമേറ്റഡ് ആയിട്ടുള്ള നഗാട്ടോടൊപ്പം നറൂട്ടോയെ ഏറ്റുമുട്ടുകയും ഒടുവിൽ ഒരു ഘട്ടത്തിൽ പണ്ട് നമ്മുടെ ഇറ്റാച്ചി നറൂട്ടോയെ ഗെൻജുറ്റ്സുവിൽ പെടുത്തിക്കൊണ്ട് സാസ്കയെ തടുക്കുവാൻ വേണ്ടി നറൂട്ടോയുടെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്ത ഷിസുയുടെ കോട്ടോ അമുത്സുകാമി ആയുള്ള കാക്ക അവിടെ വെച്ച് വെളിയിൽ വരികയും അതിന്റെ സഹായത്തോടെ ഇറ്റാച്ചി കബൂട്ടോയുടെ റീആനിമേറ്റഡ് ജുറ്റ്സുവിന്റെ കൺട്രോളിൽ നിന്ന് വെളിയിൽ വന്ന് നറൂട്ടോടൊപ്പം ചേർന്ന് നഗാട്ടോയെ ഡിഫീറ്റ് ചെയ്യുകയും പിന്നീട് അത് കഴിഞ്ഞ് റീആനിമേറ്റഡ് ജുറ്റ്സുവിനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കബൂട്ടോയുടെ പക്കൽ പോയി സാസ്കയുടെ സഹായത്തോടെ കബൂട്ടോനെ ഡിഫീറ്റ് ചെയ്ത് റീആനിമേറ്റഡ് ജുറ്റ്സുവിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കും. ആൻഡ് ഈ ഒരു എൻഡിൽ വന്ന് ഇറ്റാച്ചി സാസ്കയ്ക്ക് തന്റെ ഫൈനൽ വിഷ് കൊടുത്തുകൊണ്ട് മറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹയുടെ ലൈഫ് സ്റ്റോറി. നിങ്ങളിൽ എത്ര പേർക്കാണ് ഇറ്റാച്ചി ഉച്ചിഹ നറൂട്ടോ സീരീസിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടുള്ളതെന്ന് കമന്റിലൂടെ പറയൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് തരൂ. ആൻഡ് ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർബ്.